YKSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്തവണ പോകുന്നത് കാശ്മീരിലേക്കാണ്. ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്തതും സമയത്തിന്റെ കുറവും കാരണം ഞങ്ങൾ ഫ്ലൈറ്റിലാണ് കാശ്മീരിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ എയർപോർട്ടിലെ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിലേക്ക്. രാവിലെ 5:10 ഇൻഡിഗോ എയർവേസിലാണ് ഞങ്ങൾ പോകുന്നത്. കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ശ്രീനഗർ. കാശ്മീരിലേക്ക് നമ്മൾ ടൂർ പോകുമ്പോൾ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യാൻ പാടില്ലാത്തതെന്നും അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും അതെല്ലാമാണ് മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ശ്രീനഗറിലേക്ക് പോകുന്നത്. ബാംഗ്ലൂരിൽ വളരെ കുറച്ച് സമയമാണ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഫ്ലൈറ്റിലേക്ക് തിരക്കിട്ടാണ് ഞങ്ങൾ നടന്നെത്തിയത്. ഞങ്ങൾ യാത്ര പോകുന്നത് ഡിസംബറിലാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ബാംഗ്ലൂർ എയർപോർട്ടും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും എല്ലാം മഞ്ഞ് മൂടി നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊന്നും അത്രയ്ക്ക് ക്ലിയർ അല്ല. ഫ്ലൈറ്റ് എടുത്ത് അല്പസമയത്തിനകം തന്നെ നമ്മൾക്ക് കഴിക്കാനുള്ള ഫുഡ് വന്ന് വെജിറ്റബിൾ സാലഡും ഒരു സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ ആയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഫുഡായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഫ്ലൈറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഫ്ലൈറ്റ് യാത്രകളിൽ വല്ലപ്പോഴുമാണ് ഇത്തരം കാഴ്ചകൾ വീണ് കിട്ടുന്നത്. ഏകദേശം 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം രാവിലെ 11 മണിയായപ്പോഴത്തേക്കും നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ ലാൻഡായി. ഈ കാണുന്നതാണ് ശ്രീനഗർ എയർപോർട്ട്. ഇന്ത്യയിലെ മറ്റ് എയർപോർട്ടുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്. എന്നിരുന്നാലും നമുക്ക് ഇന്ത്യക്കാർക്ക് ഒത്തിരി പ്രത്യേകതകളും ഒരുപാട് ഇമ്പോർട്ടന്റും ഉള്ള ഒരു എയർപോർട്ടാണ് ശ്രീനഗർ എയർപോർട്ട്. ഏകദേശം 11:30 മണിയോടുകൂടിയാണ് നമ്മൾ ശ്രീനഗറിൽ ലാൻഡ് ചെയ്തത്. പക്ഷെ അതിശൈത്യം കാരണം മൊത്തം മൂടി നിൽക്കുവാണ്. കാഴ്ചകളൊന്നും അത്ര ക്ലിയർ അല്ല. തന്നെയുമല്ല, പുറത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 ഡിഗ്രിയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ആ ബോർഡ് കണ്ടത്. വെൽക്കം ടു പാരഡൈസ് ഓൺ എർത്ത്. ഡിസംബർ ആയതുകൊണ്ടാണ് കാശ്മീരിൽ സഞ്ചാരികളുടെ തിരക്ക് വളരെ കുറവാണ്. ഡിസംബർ ശരിക്കും കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഓഫ് സീസൺ ആണ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്നതാണ് കാശ്മീർ എയർപോർട്ടിന്റെ മുൻവശം. എയർപോർട്ടിൽ നിന്ന് വെളിയിലിറങ്ങി ഒരു 20 മീറ്റർ മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് എല്ലാ 15 മിനിറ്റിലും ശ്രീനഗറിലേക്ക് ബസ് ഉണ്ട്. ഒരാൾക്ക് 80 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഇവിടെ നിന്ന് ടാക്സിക്ക് ശ്രീനഗറിലേക്ക് പോകാനായിട്ട് അവർ ചോദിച്ചത് 2500 രൂപയാണ്. ശരിക്കും ടാക്സി പിടിച്ച് പോകണമെന്നുള്ളവർക്ക് ടാക്സിയിൽ തന്നെ പോകാം. പക്ഷെ ബാർഗെയിൻ ചെയ്ത് ശരിയായ റേറ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ടാക്സി പിടിക്കാൻ ശ്രമിക്കുക. ഈ കാണുന്ന ബസ്സിലാണ് നമുക്ക് ശ്രീനഗറിലേക്ക് പോകേണ്ടത്. ശ്രീനഗർ എയർപോർട്ടിൽ നിന്നും ലാൽ ചൗക്ക് വരെയുള്ള ശരിക്കുള്ള ടാക്സി റേറ്റ് എന്ന് പറയുന്നത് 800 രൂപ തൊട്ട് 1200 രൂപ വരെയാണ്. അവിടെയാണ് അവർ ഞങ്ങളോട് 2500 രൂപ ടാക്സി റേറ്റ് പറഞ്ഞത്. ജമ്മു കാശ്മീർ ഗവൺമെന്റിന്റെ തന്നെ ബസ്സാണ് ഈ എയർപോർട്ടിൽ നിന്നും ലാൽ ചൗക്കിലേക്ക് സർവീസ് നടത്തുന്നത്. ശ്രീനഗർ എയർപോർട്ടും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും എല്ലാം CRPFന്റെ കൺട്രോളിലാണുള്ളത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വലതുവശത്ത് കാണുന്നത് എയർപോർട്ടിലേക്ക് വരുന്നവരുടെ ബാഗ് കംപ്ലീറ്റ് ഇവിടെ ഇറക്കി സ്കാനറിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് വിടുകയുള്ളൂ. അതിനുശേഷം ഉള്ളിൽ വീണ്ടും ചെക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. തിരിച്ച് നമ്മൾ പോകുന്നത് ഫ്ലൈറ്റിലാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. എയർപോർട്ടിൽ നിന്ന് യാത്ര തുടങ്ങി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇരുവശങ്ങളിലും മിലിറ്ററി ചെക്ക് പോയിന്റുകൾ നിരവധിയുണ്ട്. കാരണം ഈ പ്രദേശം കംപ്ലീറ്റ് എയർപോർട്ടിന്റെ ആ ഒരു പരിധിയിൽ വരുന്നതാണ്. മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ 50 മീറ്ററിലും 2 അല്ലെങ്കിൽ 3 മിലിറ്ററി ഉദ്യോഗസ്ഥർ വീതം തോക്കും പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. ഏതൊരു കാലാവസ്ഥയിലും അവർ ഈ നിൽപ്പ് ഇവിടെ നിൽക്കണമെന്നുള്ളതാണ്. ശരിക്കും ഇവരിങ്ങനെ ഏതൊരു കാലാവസ്ഥയിലും ഇതുപോലെ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ പലരും സമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്നതും സഞ്ചരിക്കുന്നതുമെല്ലാം.
നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത രീതികളും അവരുടെ വീടുകളും ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷന്റെ സ്റ്റൈലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള ബിൽഡിങ്ങുകളുടെ മേൽക്കൂരകൾ 99% കൂരയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് മഞ്ഞുവീഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിലതുപോലെ ഫ്ലാറ്റ് ആയിട്ട് വാർത്തിരിക്കുന്ന ബിൽഡിങ്ങുകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങുകളും ഇവിടെ കുറവാണ്. ഒട്ടുമിക്കതും ടിൻ ഷീറ്റുകളാണ് മുകളിൽ അടിച്ചിരിക്കുന്നത്. ഇത് ശ്രീനഗറിനോട് ചേർന്ന് തന്നെ ഉള്ളൊരു സിറ്റിയാണ്. ബഡ്ഗാം എന്നാണ് ഈ സിറ്റിയുടെ പേര്. നമ്മൾ കാശ്മീരിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളിവിടെ വന്ന് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ കാശ്മീരി സ്ത്രീകളുടെ മുഖം മറയ്ക്കാത്ത ഫോട്ടോ കഴിയുന്നത് നമ്മുടെ ക്യാമറയിൽ പതിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശരിക്കും സൗത്തിലുള്ള നമ്മൾക്ക് മലയാളികൾക്ക് നോർത്തിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരുടെ ശരിക്കുള്ള അവസ്ഥ അറിയത്തില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മൾ ഈ സഞ്ചരിക്കുന്നതെല്ലാം ശ്രീനഗറിലൂടെ തന്നെ ആണെങ്കിലും അതിൻ്റെ ചില ഉപപട്ടണങ്ങളാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം. നമ്മളിനി ചെന്നെത്തുന്നത് ദാൽ ലേക്കും മുഗൾ ഗാർഡനും ഒക്കെ ഉൾപ്പെടുന്ന ശ്രീനഗർ സിറ്റിയിലേക്കാണ്. നമ്മുടെ ബസ് ഇപ്പോൾ ഒരു ഗ്രാമത്തിലൂടെ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു നദി താഴെ കൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഏകദേശം ശ്രീനഗറിനോട് അടുത്ത് എത്താറായി. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ദാൽ ലേക്കിനോട് അടുത്ത് തന്നെയാണ്. എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടൽ ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം ഏകദേശം 20 കിലോമീറ്ററാണ്. ഏതാണ്ട് 35 മിനിറ്റ് എടുത്ത് നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനടുത്തേക്ക് എത്താനായിട്ട് ബസ്സിൽ. നമ്മുടെ ഹോട്ടൽ ഇരിക്കുന്നത് മെയിൻ റോഡിലല്ലാത്തത് കാരണം നമ്മൾ മെയിൻ റോഡിൽ ബസ് ഇറങ്ങി 100 രൂപ കൊടുത്ത് ഓട്ടോയ്ക്കാണ് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയത്. ഈ ലൈനിലൂടെ ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹോട്ടൽ, ആ മുന്നിൽ കാണുന്ന റൂബി റെസ്റ്റോറന്റ് ആൻഡ് ഹോട്ടൽ, അതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. അങ്ങനെ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞ് ഏകദേശം 1:30 നമ്മൾ റൂമിലേക്ക് എത്തി. ഈ കാണുന്നതാണ് നമ്മുടെ റൂം. അത്യാവശ്യം വൃത്തിയും വെടിപ്പും ഒക്കെ ഉള്ളതാണ് റൂം. റൂമിൽ സെൻട്രൽ ഹീറ്റർ അല്ല, ബ്ലാങ്കറ്റ് ഹീറ്റർ ആണ്. ഈ കാണുന്ന റെഡ് ബ്ലാങ്കറ്റിന്റെ അടിയിലാണ് ആ ബ്ലാങ്കറ്റ് ഹീറ്റർ ഉള്ളത്. അത് ഡയറക്റ്റ് കറണ്ടിൽ കണക്ട് ചെയ്തിരിക്കുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. നിങ്ങൾ കാശ്മീരിൽ വരുന്നത് തണുപ്പ് കാലത്താണെങ്കിൽ തീർച്ചയായിട്ടും സെൻട്രൽ ഹീറ്റർ ഉള്ള റൂം തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ ബ്ലാങ്കറ്റ് ഹീറ്റർ കഴിയുന്നതും ചൂസ് ചെയ്യാതിരിക്കുക. അഥവാ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഹീറ്റർ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് അവരോട് പറഞ്ഞ് മേടിക്കണം. അങ്ങനെ നമ്മൾ മേടിക്കുന്ന എക്സ്ട്രാ ഹീറ്ററിന് അവർ തീർച്ചയായിട്ടും പേയ്മെന്റ് ചാർജ് ചെയ്യും. എന്നിരുന്നാലും അതുള്ളതാണ് ഏറ്റവും സേഫ്. എന്റെ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബ്ലാങ്കറ്റ് ഹീറ്റർ മാത്രമുള്ള റൂമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് വരുമ്പോൾ. നമ്മുടെ ലഗേജ് എല്ലാം റൂമിൽ വെച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഇന്ന് ഇവിടെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ദാൽ ലേക്കിലേക്ക് പോകാനായിട്ടുള്ള തീരുമാനമാണ്. അത് കൂടാതെ ഒരു സിം കാർഡും എടുക്കണം. നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കാശ്മീരിലേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രീപെയ്ഡ് ആയിട്ടുള്ള സിമ്മുകളൊന്നും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. പോസ്റ്റ് പെയ്ഡ് സിമ്മുകൾ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുള്ളൂ. ഇൻ കേസ് നമ്മുടെ കയ്യിൽ പ്രീപെയ്ഡ് സിമ്മുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് പോസ്റ്റ് പെയ്ഡിലേക്ക് മാറ്റുക, അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുക്കുക. നമുക്ക് മുന്നിൽ ഈ കാണുന്ന നദി ജലം എന്ന് പറയുന്ന കാശ്മീരിലെ തന്നെ മറ്റൊരു സ്ഥലത്തുനിന്ന് ഒഴുകി വന്ന് നേരെ പാകിസ്ഥാനിലാണ് ഇത് ചെന്ന് അവസാനിക്കുന്നത്. ഈ നദിയിൽ ഒരുപാട് ഹൗസ് ബോട്ടുകൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടുന്ന് സഞ്ചരിക്കുന്ന ഹൗസ് ബോട്ടുകളല്ല. ഇതെല്ലാം ഇവിടെ തന്നെ നിർത്തിയിട്ടിട്ട് നമുക്ക് ഇവിടെ റൂം സർവീസ് മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ കാശ്മീരിലേക്ക് വരുമ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിൽ റൂം ബുക്ക് ചെയ്യാറുണ്ട്. അതെപ്പോഴും നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ ശരിക്കും അത് ശ്രദ്ധിക്കണം. ഓൺലൈനിൽ നമ്മൾ ഹൗസ് ബോട്ടിൽ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കാണിക്കുന്ന പിക്ചറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഇവിടെ വന്ന് നമ്മൾ ആ ഹൗസ് ബോട്ടിലേക്ക് കയറുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഹൗസ് ബോട്ടിൽ റൂം ബുക്ക് ചെയ്യാവുള്ളൂ.
ഡിസംബർ ആയതുകൊണ്ടാണ് കാശ്മീർ മൊത്തത്തിലൊരു ഡ്രൈ ക്ലൈമറ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വൃക്ഷങ്ങളെല്ലാം ഇലപൊഴിച്ച് നിൽക്കുകയും അതുപോലെ തന്നെ ചെടികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് ആ ഒരു കാലാവസ്ഥയാണ് നമ്മൾ ഡിസംബറിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ കാണുന്നത്. ഈ അടുത്ത് കഴിഞ്ഞ G20 ഉച്ചകോടിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് കാശ്മീരിൽ ഒരുപാട് റിനോവേഷൻസ് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഈ നദിക്ക് കുറുകെ ഒരു സീറോ ബ്രിഡ്ജ് കംപ്ലീറ്റ് തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമുണ്ട്. അതും കുറെയൊക്കെ റിനോവേറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ഇനി അവിടേക്കാണ് പോകുന്നത്. നമ്മൾ കാശ്മീർ കാണാൻ വരുന്ന സമയത്ത് നമുക്കിവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 100% സന്തോഷത്തോടു കൂടി നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഈ കാണുന്നതാണ് സീറോ ബ്രിഡ്ജിലേക്കുള്ള എൻട്രൻസ്. ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് തടിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാലത്തിന്റെ മുകളിൽ കുറച്ച് റെസ്റ്റോറന്റുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പാലത്തിന് മുകളിലൂടെ വാഹനങ്ങളെ കടത്തിവിടത്തില്ല. ഞങ്ങൾ എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പുമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പായി തുടങ്ങി. ഈ ബ്രിഡ്ജിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ഒക്കെ മേടിച്ച് കഴിച്ച് നേരെ ഇനി ദാൽ ലേക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ശ്രീനഗറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ റൂട്ടിലും ഒരു 50 മീറ്ററിൻ്റെ അകത്ത് 2 പട്ടാളക്കാർ വെച്ചെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രീനഗറിലേക്കും കാശ്മീരിലേക്കും വരുന്നത് സേഫ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട, വളരെയധികം സേഫാണ്. നമ്മൾ സീറോ ബ്രിഡ്ജിൽ നിന്നും ദാൽ ലേക്കിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതിന്റെ സൈഡിൽ കൂടെ തന്നെ ഒരു കനാല് പോകുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം വൃത്തിക്ക് ഈ സൈഡെല്ലാം പണിത് വെച്ചിട്ടുണ്ട്. താഴോട്ട് മൊത്തം വൃത്തികേടായിട്ട് കാട് പിടിച്ച് കിടക്കുവാണ്. ശരിക്കും ഈ കനാല് കാണുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത് ആലപ്പുഴ ടൗണിലുള്ള കനാലും അതിന്റെ സൈഡിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഓർമ്മ വരുന്നത്. ഇത് രണ്ടും അത്യാവശ്യം ടൂറിസം സാധ്യതകളുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷെ അശ്രദ്ധ കാരണം അതെല്ലാം തന്നെ കാട് പിടിച്ച് കിടക്കുവാണ്, ഇവിടെയും അവിടെയും. വിന്റർ ആയത് കാരണമാണ് കാശ്മീരിന്റെ മുഖമുദ്രയായ ചിനാർ മരങ്ങൾ എല്ലായിടത്തും ഇലപൊഴിച്ച് നിൽക്കുകയാണ്. നമ്മൾ ഏകദേശം ദാൽ ലേക്കിനോട് അടുത്തെത്താറായി. നമ്മൾ അതിനു മുമ്പായിട്ട് തന്നെ ഇവിടുന്ന് ഒരു സിം കാർഡ് എടുത്ത് 700 രൂപയാണ് അതിന് നമുക്ക് ചിലവായത്. കാശ്മീരിൽ വരുമ്പോൾ കഴിയുന്നതും എയർടെല്ലിന്റെ സിം എടുക്കാൻ നോക്കുക. കൂടുതലും ഇവിടെ റേഞ്ച് ഉള്ളത് എയർടെല്ലിനാണ്. അങ്ങനെ നമ്മൾ സിം ഒക്കെ എടുത്ത് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുന്നുള്ള ഒരു ലോക്കൽ ഒരു മനുഷ്യൻ നമ്മളെ വട്ടം പിടിച്ചേക്കുവാണ്. ശിക്കാര വള്ളത്തിൽ കയറാനായിട്ട്, ആളുടെ വള്ളത്തിൽ കയറണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആളൊരു റേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആ റേറ്റിനൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആള് ഞങ്ങളോട് പറഞ്ഞത് ഒരാൾക്ക് 1400 രൂപ വെച്ചിട്ട് 2 പേർക്ക് 2800 രൂപയാണ് 2 മണിക്കൂർ ശിക്കാര റൈഡിന് ആള് ഞങ്ങളോട് ചോദിച്ചത്. അവസാനം ഞങ്ങളത് ബാർഗെയിൻ ചെയ്ത് 1200 രൂപയാക്കി 2 പേർക്കും കൂടി 2 മണിക്കൂർ റൈഡിന്. ശരിക്കും ശിക്കാര വള്ളങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടെയാണ് ശിക്കാര വള്ളങ്ങളുടെ എല്ലാം പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടെയാണ്. പക്ഷെ ആള് ഞങ്ങൾ അവിടെ എത്താനായിട്ട് സമ്മതിച്ചില്ല. അതിനു മുമ്പ് തന്നെ വട്ടവിട്ട് പിടിച്ച് ബാർഗെയിൻ ചെയ്ത് പുള്ളി സമ്മതിച്ച് ഞങ്ങളെ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോവുക. നമ്മൾ ആ ശിക്കാര വള്ളത്തിലേക്ക് കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു മാംഗ്ലൂർ പയ്യനും ഒരു മലയാളി പയ്യനും അവർ ചേർന്നാണ് വന്നിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് 2 മണിക്കൂർ ശിക്കാര റൈഡിന് മേടിച്ചിരിക്കുന്നത് 2800 രൂപയാണ്. ഞങ്ങൾ അവരോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ ബോട്ടുകാരൻ പറഞ്ഞത് നിങ്ങൾക്ക് തന്ന റേറ്റിനെ കുറിച്ചിട്ട് അവരോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. എന്നിരുന്നാലും നമുക്ക് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരോട് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് പ്രൈസ് കുറപ്പിച്ചിട്ട് പോയാൽ മതിയെന്ന്. നമ്മളിപ്പോൾ ഈ പോകുന്നത് ദാൽ ലേക്കിൻ്റെ ഒരു കൈവഴി മാത്രമാണ്. നമ്മളിപ്പോഴും ദാൽ ലേക്കിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ കുറച്ചു ദൂരം മുന്നിലേക്ക് പോയപ്പോഴത്തേക്ക് മറ്റൊരു ശിക്കാരയിൽ 2 പേര് വന്ന് ഫോട്ടോഗ്രാഫർമാരാണ്. നമ്മളുടെ ഫോട്ടോയും റീൽസും ഒക്കെ ഇവരെടുത്ത് തരും. അതിനവരൊരു റേറ്റ് പറയും. അവർ 2 സൈസ് ഫോട്ടോയാണ് പറയുന്നത്.
അതിലൊന്നിന് 140 മറ്റൊന്നിന് 120 അതിൻ്റെ റേറ്റ്. നമ്മൾക്ക് പ്രിന്റ് എടുത്ത് തരുന്ന റേറ്റ് ആണ് അവർ പറയുന്നത്. എന്തായാലും അവർ സിൽജിയെ അവരുടെ വള്ളത്തിലേക്ക് കയറ്റി അവർ കാശ്മീരി ഡ്രസ്സൊക്കെ ഇടിയിച്ച് കുറെ ഫോട്ടോയൊക്കെ എടുക്കുന്നതിനിടയ്ക്കാണ് മറ്റൊരു ശിക്കാര കൊണ്ടുവന്ന് നമ്മുടെ ശിക്കാരയോട് ചേർത്ത് നിർത്തിയത്. അതിൽ കാശ്മീരി കാവയാണ് വിൽക്കുന്നത്. 50 രൂപയ്ക്ക് ചെറിയ കപ്പും 100 രൂപയ്ക്ക് വലിയ കപ്പും. എന്തായാലും ഒരുപാട് ചായ കുടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ കപ്പ് കാശ്മീരി കാവ ഓർഡർ ചെയ്ത് 50 രൂപയുടെ 2 ചെറിയ കാശ്മീരി കാവയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള കാശ്മീരി കാവ, അത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ കാണുന്നതാണ് സമോവർ. കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നിത്യോപയോഗ സാധനമാണ് സമോവർ. ഏതൊരു വീട്ടിൽ നമ്മൾ കാശ്മീരികളുടെ ഏതൊരു വീട്ടിൽ ചെന്നാലും ഒന്ന് അല്ലെങ്കിൽ ഒന്നിലധികം സമോവറുകൾ ആ വീട്ടിലുണ്ടാവും. അതുപോലെ തന്നെ തങ്ങളുടെ പെമ്മക്കളെ കല്യാണം കഴിച്ച് വിടുന്ന വീട്ടിലേക്ക് അവർക്ക് പറ്റുന്ന അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് വെള്ളിയിലും പിച്ചളയിലും ഒക്കെ ഒരു വലിപ്പം അനുസരിച്ചിട്ട് അവർക്ക് പറ്റുന്ന വലിപ്പത്തിൽ ഈ സമോവർ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട്. കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സമോവറും കാശ്മീരി കാവയും. കാശ്മീരിൽ ഏതൊരു വീട്ടിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസുകളിലായിക്കോട്ടെ എവിടെ ചെന്നാലും അവരാദ്യം നമുക്ക് വെച്ച് നീട്ടുന്നത് കാശ്മീരി കാവയാണ്. ഫോട്ടോ എടുക്കൽ ഏകദേശം അരമണിക്കൂറോളം നീണ്ടുപോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരോട് പ്രൈസൊക്കെ ബാർഗെയിൻ ചെയ്ത് 15 ഫോട്ടോയ്ക്ക് പ്രിന്റും സോഫ്റ്റ് കോപ്പി നമ്മുടെ വാട്സപ്പിൽ അയച്ചു തരുന്നതിന് എല്ലാത്തിനും കൂടെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത് 1000 രൂപയാണ്. നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് പോലും കാശ്മീരിൽ വന്നിട്ട് നമുക്ക് ആദ്യത്തെ ചീറ്റിംഗാണ് ഇവിടെ പറ്റിയത്. 1000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് 15 ഫോട്ടോയ്ക്ക് മേടിച്ചത്. തന്നെയുമല്ല, ആ ഫോട്ടോയൊന്നും അത്രയ്ക്കൊരു വലിയ മനോഹരമെന്ന് പറയുന്ന ഒരു രീതിക്ക് എടുത്തൊരു ഫോട്ടോയും അല്ലായിരുന്നു. നമ്മളുടെ എടുത്ത ഫോട്ടോയും അതിൻ്റെ പ്രിന്റും അതെല്ലാം കൂടെ നമ്മൾ ഷിക്കാര റൈഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബോട്ടുകാരൻ ദാൽ ലേക്കിനെ കുറിച്ചും അവിടെയുള്ള ഓരോ സംഭവങ്ങളെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പലതും ഇവിടെ നടക്കുന്ന സിനിമാ ഷൂട്ടിങ്ങുകളെ കുറിച്ചിട്ടാണ്. ആ കാണുന്നത് ദാൽ ലേക്കിലുള്ള ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസാണ്. ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളിൽ പലരും ഈ കാണുന്ന പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവരവരുടെ വീടുകളിലേക്കൊക്കെ പോസ്റ്റ് കാർഡുകളും ലെറ്ററുകളും ഒക്കെ അയക്കാറുണ്ട്. നമ്മുടെ ബോട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ദാൽ ലേക്കിന്റെ ഉള്ളിൽ താമസിക്കുന്നത് ഏകദേശം 1 ലക്ഷത്തോളം കാശ്മീരികളാണ്. അവരുടെ ജീവിതം ഈ ദാൽ ലേക്കിനെ ചുറ്റിപ്പറ്റിയാണ്. ഇവിടുത്തെ ശിക്കാര വള്ളങ്ങളും ഇവിടെ നടക്കുന്ന കച്ചവടങ്ങളും ഇതിൻ്റെ ഉള്ളിലെ കൃഷിയും ഇതിനെയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. 1980കളിൽ 25 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന ദാൽ ലേക്കിൻ്റെ വിസ്തീർണം ഇന്ന് 2025 ആകുമ്പോഴത്തേക്കും 12 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അതിന് കാരണമായിട്ട് ഇവിടുത്തുകാർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത്തരം ചെറുവള്ളങ്ങളിലുള്ള കച്ചവടമാണ് ഇവിടുത്തെ പലരുടെയും ഉപജീവന മാർഗം. ഈ കാണുന്ന ദാൽ ലേക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പാർക്കാണ്. ഇവിടെ പണ്ട് ഏതോ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള കഥയൊക്കെയാണ് നമ്മളോട് നമ്മുടെ ബോട്ട് ഡ്രൈവർ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. നമ്മുടെ ബോട്ട് തുഴയുന്ന ആൾ നമ്മളോട് ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കൃഷിസ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി കാണിക്കും അതാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഓൾറെഡി ഒരു അരമണിക്കൂർ നമ്മുടെ അവിടെ ഫോട്ടോ എടുക്കുന്നിടത്ത് പോയി. ബാക്കിയുള്ള സമയങ്ങളിലൊന്നും ഞാൻ 2-3 പ്രാവശ്യം ആളോട് ചോദിച്ച് കൃഷിസ്ഥലങ്ങൾ എവിടെയാണെന്ന്. ഇപ്പം കാണിക്കാമെന്ന് പറഞ്ഞതല്ലാണ്ട് നമ്മൾ അവിടേക്കൊന്നും ആള് കൊണ്ടുപോയതേ ഇല്ല. നമ്മളെ ആ സ്ഥലം കാണിക്കുന്നതുകൊണ്ട് ആൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ആള് നമ്മളെ ഗുണങ്ങൾ കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. ദാൽ ലേക്കിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പല ബിൽഡിങ്ങുകളുടെയും കൺസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ലേക്കിൻ്റെ ഉള്ളിലാണ് പണിത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുകയില്ല. അത്രയ്ക്കും നല്ല സ്ട്രോങ്ങും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കൺസ്ട്രക്ഷൻസാണ് ഓരോ ബിൽഡിങ്ങിലും ചെയ്തിരിക്കുന്നത്. ഇവിടെ കച്ചവടം നടത്തുന്നവരിൽ പലരും ഇപ്പോൾ ദാൽ ലേക്കിൻ്റെ ഉള്ളിലല്ല താമസിക്കുന്നത്. അവരിൽ പലരും ഇപ്പോൾ പുറത്തേക്ക് മാറി ടൗണിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ വീട് വെച്ച് താമസമാണ്.
കാശ്മീരികളുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗമാണ് തുണി നെയ്ത്ത്. തുണി നെയ്ത്ത് എന്ന് പറയുമ്പോൾ തന്നെ കാശ്മീരി ഷോള്, അതുപോലെ തന്നെ കമ്പിളി ഉടുപ്പുകൾ, സ്വെറ്ററുകൾ, ഇതൊക്കെ ഇവിടെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ അത്യാവശ്യം വിലയാണ്. നമ്മുടെ ബോട്ടുകാരൻ നമ്മളോട് പറഞ്ഞത് ഈ കടകളിൽ വിൽക്കുന്ന തുണികളെല്ലാം തന്നെ ഈ ദാൽ ലേക്കിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതാണെന്നാണ്. പക്ഷേ ദാൽ ലേക്കിന്റെ ഉള്ളിൽ നിന്നുള്ള തുണികൾ മാത്രമല്ല ഇവിടെ വിൽക്കുന്നത്, പുറത്തുനിന്നുള്ള റെഡിമെയ്ഡ് തുണികളും ഇവിടെ വിൽക്കുന്നുണ്ട്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള തുണികൾക്കൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നമ്മൾ നമ്മുടെ ബോട്ടുകാരനോട് എവിടെയെങ്കിലും കൈത്തറി ഈ ഷോള് നിർമ്മിക്കുന്നത് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അതൊക്കെ വീടുകളുടെ ഉള്ളിലാണ് ഉണ്ടാക്കുന്നത്, അതങ്ങനെ പോയി കാണാനൊന്നും പറ്റത്തില്ലെന്നാണ്. ഇവിടെ ഈ കടകളിലൊക്കെ തുണികൾ തൂക്കിയിട്ടിരിക്കുന്നതും അത് അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്നും അതിനകത്ത് കയറാൻ തോന്നും. അത്രയ്ക്ക് ഭംഗിയുള്ള ഡ്രസ്സുകളും ഷോളുകളും ഒക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാശ്മീരിൽ നിർമ്മിക്കുന്ന ഒരു ഷോളിന് 2.5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും ഒക്കെയാണ് വില ഒരു ചെറിയ ഷോളിൻ്റെത്. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസും അതിൻ്റെ കാഴ്ചകളുമൊക്കെ വരുന്ന വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. ഈ കാണുന്ന കടകളുടെയൊക്കെ പുറകിലായിട്ടാണ് ഇവരുടെ കൃഷിസ്ഥലങ്ങളും മറ്റും ഉള്ളത്. ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളുടെ ഒരു ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ദാൽ ലേക്കിൻ്റെ ഉള്ളിൽ നിന്നാണ്. അത് തന്നെയാണ് നമ്മുടെ ബോട്ടുകാരനും പറഞ്ഞത്. ഇവിടെ 1 കിലോയ്ക്ക് 10 രൂപയുള്ള പച്ചക്കറി റോട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് 50 രൂപയാകും കിലോയ്ക്ക്. ദാൽ ലേക്കിന്റെ ഉള്ളിൽ ജീവിക്കുന്നവരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് കൃഷിയും അതുപോലെ തന്നെ ടൂറിസവുമാണ്. കുറേയേറെ നേരമായിട്ട് നമ്മുടെ ബോട്ടുകാരെ നമ്മളോട് ഷോള് മേടിക്കുക, കുർത്ത മേടിക്കുക, തുണികൾ എടുക്കുക, ഇവിടെ നല്ല വിലക്കുറവാണെന്നൊക്കെ ഒരുപാട് നേരമായിട്ട് ആൾ നമ്മളോട് പറയുന്നുണ്ട്. ആൾ പറയുന്നത് ടൗണിൽ കിട്ടുന്നതിനേക്കാട്ടിൽ വില കുറവാണ് ഇവിടെ ഇത് ഹോൾസെയിൽ മാർക്കറ്റാണ്, ഈ പ്രൈസിന് വേറെ എവിടെ കിട്ടത്തില്ലെന്നൊക്കെയാണ് ആൾ പറയുന്നത്. എന്തായാലും അവസാനം ആൾ നമ്മളെ ഒരു കടയിൽ കൊണ്ടുവന്ന് കയറ്റി. നമുക്കിന്ന് പർച്ചേസിംഗ് ഒന്നും നമ്മുടെ പ്ലാനിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കയറിയത് കാരണം 1-2 സാധനങ്ങൾ മാത്രം മേടിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ കയറിയ കടയുടെ പുറകിലേക്ക് ഞാൻ ചുമ്മാ ഒന്ന് നടന്നതാണ്. ഇവിടെ ഒരു ശിക്കാര ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. അത് പക്ഷേ രാത്രി ആയതുകൊണ്ട് അവിടെ ലൈറ്റ് ഇല്ലാത്തതും കാരണം കൂടുതൽ ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പുറകിലേക്ക് അവിടെ 2-3 വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സമയം നന്ന ഇരുട്ടി തുടങ്ങി. പക്ഷെ രാത്രിയിലുള്ള ദാൽ ലേക്കിന്റെ കാഴ്ച അത് കാണാനായിട്ടൊരു വല്ലാത്ത ഭംഗി തന്നെയാണ്. കുറേ നേരം കൂടെ ഈ ദാൽ ലേക്കിൽ ഇങ്ങനെ ചെലവിടണമെന്നുണ്ട്. പക്ഷേ സമയം ഒരുപാടായി. അത് തന്നെയല്ല, ഒരു കാരണവശാലും സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് തണുപ്പ്. കാലും കൈയൊക്കെ ഏകദേശം തണുത്ത് മരവിച്ചൊരു പരുവായി. നമുക്കിവിടെ പരിചയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അതൊരു വിഷയമല്ല, നമുക്കത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. ദാൽ ലേക്കിൻ്റെ ഉള്ളിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പായി തുടങ്ങി. സമയം ഏകദേശം 7 മണിയായി. പക്ഷെ ദാൽ ലേക്കിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -2 ആണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ATM ആണ്. ദാൽ ലേക്കിന്റെ ഉള്ളിലുള്ള ഏക ATM ആണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും അതുകൂടാതെ ഇവിടെ ഉള്ളവർക്കും എല്ലാവർക്കും കൂടെ ഉള്ള ഒരു ആശ്രയമാണ് ഈ ATM. അങ്ങനെ ദാൽ ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ കരയിലേക്ക് എത്തി. നമ്മുടെ ഫോട്ടോയുമായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്ക് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ച് നേരെ റൂമിലേക്ക് വന്നു. നമ്മൾ റൂമിലേക്ക് എത്തി ഒന്ന് ഫ്രഷായി വന്നപ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള ഡിന്നറൊക്കെ റെഡിയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള കാശ്മീരി ഡിഷസ് ആയിരുന്നു. കുഷ്താബ, റൈസ്, ചിക്കൻ ഫ്രൈ, അതൊക്കെ ആയിട്ട് ഡിന്നറെല്ലാം കഴിഞ്ഞ് കാശ്മീർ യാത്രയുടെ 1-ാം ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. 2-ാം ദിവസത്തെ ഇതിലും മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.